ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹോഴ്സ് ഹെയർ ലേസ് വെച്ചിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ്. ഭയങ്കര സിമ്പിളായിട്ട് വളരെ ഈസിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോ കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഹോഴ്സ് ഹെയർ ലേസ് എടുത്തിട്ടുണ്ട്, മെറ്റാലിക് ഹെയർ ബാൻഡ്. അപ്പോൾ അത് ഇതുപോലെ സൈഡിൽ നിന്ന് അടുത്ത സൈഡ് വരെ വെച്ച് ഒന്ന് കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുക, അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞുള്ള ഗുണമെന്ന് പറയുമ്പോൾ നമുക്കത് വേസ്റ്റ് ആവത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് ആദ്യം ഞാൻ ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ളത് ലെങ്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജ് ഒരു സൈഡ് നമ്മളത് കവർ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. കാരണം അല്ലാതെ സെൻറ്റർ അതിനകത്ത് കംപ്ലീറ്റ് ഒട്ടിച്ചതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിക്കും, ഒരു സൈഡിൽ നിന്ന് ഇളകി വരും. അപ്പോൾ നമ്മൾ എൻഡ് ടേപ്പ് വെച്ചിട്ട് ഒരു സൈഡ് ഒട്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സാറ്റിൻ റിബൺ കൊണ്ട് ഒട്ടിച്ചാലും മതി. അതിനുശേഷം നമ്മുടെ ഹെയർ ബാൻഡിൽ കുറേശ്ശെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിക്കുക. ഇനി ഇത് ഒട്ടിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആവും കേട്ടോ, കാരണം ഒന്ന് പ്രസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ നമ്മൾ ഒട്ടിക്കുമ്പോൾ. അതിനുശേഷം അതിൻ്റെ എഡ്ജും ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഇനി ഇത് ഇളകത്തേയില്ല, അത് ഉറപ്പാണിട്ട്. അതിനുശേഷം നമ്മൾ രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ചിട്ട് സെൻറ്ററൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ രണ്ട് സൈഡിലും ഒരേ വിട്ട് വരണമെന്നില്ല. അപ്പോൾ അത് രണ്ടും ഒരുപോലെ ആക്കിയിട്ട് നമ്മളതിനെ ഒന്ന് ശരിയാക്കിയെടുക്കുക. അപ്പോൾ ഇനി ഞാൻ അടുത്ത് ചെയ്യുന്നത് ഇത് ഒന്ന് ജസ്റ്റ് അതിൻ്റെ എൻഡ് നമ്മുടെ സ്റ്റോൺ ചെയിൻ വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റോൺ ചെയിൻ സിൽവറും ഉണ്ട്, ഗോൾഡും ഉണ്ട്, പല കളറിലുണ്ട് കേട്ടോ. സിൽവറും ഗോൾഡും ആണ് കൂടുതൽ കുറച്ച് ഇതിന് സ്യൂട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഗോൾഡാണ് എടുത്തിരിക്കുന്നത്. സിൽവറും നന്നായിട്ട് ചേരും കേട്ടോ. സിൽവർ നമ്മൾ എടുക്കുമെങ്കിൽ സിൽവർ ഹെയർ ബാൻഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഗോൾഡാണ് എടുത്തിരിക്കുന്നത്. രണ്ട് സൈഡും ഞാൻ ഈ ഹെയർ ബാൻഡിൻ്റെ രണ്ട് സൈഡും, അതായത് നമ്മുടെ ഹോഴ്സ് ഹെയർ റിബണിൻ്റെ രണ്ട് സൈഡും രണ്ട് എഡ്ജും ഞാൻ കവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റോൺ ചെയിൻ വെച്ചിട്ടാണ്. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഒട്ടിക്കണം. ഇപ്പോൾ ഒരു സൈഡ് ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കുറേശ്ശെ ഗം അപ്ലൈ ചെയ്യുക, ഒട്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ഇളകിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ കാരണം നമ്മൾ വളരെ എഡ്ജിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒട്ടിച്ചതിന് ശേഷം സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ഒട്ടിയോ എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തണം. ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് ബാക്കി ചെയ്യുമ്പോൾ അത് ഇളകി വരും. അപ്പോൾ അതിൻ്റെ എഡ്ജ് വരെ കറക്റ്റായിട്ട് ഇതുപോലെ ഒട്ടിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് രണ്ട് സൈഡും നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തൊക്കെ ശരിയാക്കി എടുക്കുക. അതിനുശേഷം ഇനി ഞാൻ അതിൻ്റെ സെൻറ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഹാഫ് കട്ട് ബീഡ്സ് പല സൈസിലുണ്ട്. ഞാനിതൊരു ഫ്ലവറിൻ്റെ അല്ല, നമ്മളുടെ ഓരോ സൈഡിലും ഓരോന്ന് കൊടുത്ത് പോകുന്നു, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇനി ഇതിൽ പല ഡിസൈനും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് കൊടുത്ത് സെൻറ്ററിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഈ കട്ട് ബീഡ്സ് നോക്കി, ഒന്ന് ഒരു സൈഡിൽ, അടുത്തത് ഓപ്പോസിറ്റ് സൈഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓർഡറിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി രണ്ടും ഒരുപോലെ ഒരേ സൈഡിൽ ഒരു സൈഡിൽ നിന്ന് അടുത്തത് ഞാൻ കുറച്ച് മേളിൽ അടുത്തത് മേളിലെന്നാണ് ചെയ്തത്. അപ്പം നമുക്കല്ല ഒരേ ഒരു തേൻ രണ്ടും കൊടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നോക്കിയേ, ഇതുപോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്നൊരു സൈഡിൽ അടുത്തതിൻ്റെ സൈഡിൽ ഇതുപോലെയാണ് ചെയ്തു പോകുന്നത്. പിന്നെ ചിലപ്പോൾ നമുക്കത് എന്താ പറയുക, പെട്ടെന്ന് ചെയ്തെടുക്കാൻ കുറച്ചൊരു സമയം എടുക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് സമയം എടുക്കില്ല, കാരണം ഗ്ലൂ കുറച്ചൊന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് ഇത്രയും ഒട്ടിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. നോക്കിയേ, ഇനി ഇതല്ല, നമ്മൾ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതിൽ നന്നായിട്ട് ഒട്ടിച്ച് സ്റ്റോൺ വെച്ച് ചെയ്താലും ചെയ്യാം കേട്ടോ. പക്ഷേ അതിൻ്റെ ഒന്നും അത്രയൊന്നും ആവശ്യമില്ല. ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആയിരിക്കും, നല്ല ഫിനിഷിങ്ങും ആയിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കട്ട് ബീഡ്സ് പല കളറിലുണ്ട്, നമുക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു സൈഡിൻ്റെ എഡ്ജ് അടുത്ത സൈഡിൻ്റെ എഡ്ജ് അവസാനം വരെ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയാണോ തുടങ്ങിയത് അതുപോലെ നമ്മൾ ഫിനിഷ് ചെയ്യണം. രണ്ട് സൈഡ് ഒരുപോലെ ഈക്വലായിട്ട് വേണം ചെയ്ത് നിർത്താം. അപ്പോൾ ഞാൻ ഏറ്റവും എഡ്ജ് വരെ ഞാൻ ചെയ്ത് നിർത്തി. നോക്കിയേ, കണ്ടോ. ഇനി ഇതിൻ്റെ ഞാൻ സെൻറ്ററിൽ കൊടുത്തില്ല ആ കട്ട് ബീഡ്സ്. ഈ കട്ട് ബീഡ്സിൻ്റെ ഇടയിൽ വേണമെങ്കിലും സ്റ്റോൺ കൊടുക്കാം. ഞാൻ ഇടയിൽ സ്റ്റോൺ കൊടുത്തില്ല, സൈഡിലാണ് സ്റ്റോൺ കൊടുത്തത്. ഇടയിൽ കൊടുക്കുമ്പോൾ നമ്മൾ കളർ സ്റ്റോൺസ് ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അവർക്ക് കളർ സ്റ്റോൺ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സൈഡിൽ സാധാ സ്റ്റോൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കളറല്ലാത്ത സിൽവറിൻ്റെ സ്റ്റോണാണ് കൊടുത്തത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് സ്റ്റോൺ വേണമെങ്കിൽ കളറുള്ള സ്റ്റോൺസ് സെൻറ്ററിൽ കൊടുക്കാം. നമ്മൾ ചെയ്തതിൻ്റെ കട്ട് ബീഡ്സ് കൊടുത്തതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് കൊടുത്ത് ചെയ്യാം. അത് നല്ല മനോഹരമായിരിക്കും കേട്ടോ. കാരണം ഇതൊക്കെ വളരെ സിമ്പിളാണ്, നമുക്ക് ഒത്തിരി ക്യാഷ് ആവുകയോ ഒന്നും ആവത്തില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ ഭംഗിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത് പല വെറൈറ്റിയിലും പല കളറിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനെൻ്റെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്, അത് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ല രസമാണ്, കണ്ടില്ലേ. എന്നിട്ട് നമ്മളിതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കാരണം ഒന്ന് ശ്രദ്ധിക്കണം അത്. അപ്പോൾ നോക്കി, നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം, എല്ലാവരും ചെയ്യണം കേട്ടോ. ഇത് എല്ലാവരും ഒക്കെ ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.